കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നിന്റെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും ക്ഷാമം പരിഹരിക്കാൻ നടപടിയില്ല. കുടിശ്ശിക മുഴുവൻ തന്നു തീർക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് മരുന്ന് വിതരണക്കാർ. സംഭവത്തിൽ പ്രതിഷേധിച്ച് എം.കെ. രാഘവൻ MP ആശുപത്രിക്ക് മുന്നിൽ ഏകദിന ഉപവാസ സമരം തുടരുകയാണ്. 90 കോടി രൂപയുടെ കുടിശ്ശികയാണ് മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ളത്. മരുന്ന് വിതരണം നിലച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി. 10 ദിവസമായി ഇതാണ് സാഹചര്യം. എന്നാൽ ആരോഗ്യവകുപ്പിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഒരു ഇടപെടലും ഉണ്ടായില്ല. ഇതോടെ പ്രതിഷേധവുമായി എം.കെ. രാഘവൻ MP രംഗത്തെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻപിൽ ആരംഭിച്ച ഏകദിന ഉപവാസ സമരം ഡോക്ടർ M.K. മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ നാളുകളായി ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരന്റെ പ്രതീക്ഷയായി നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിനോട് ഇത്രയും അവഗണന കാണിക്കുന്ന, ഇവിടുത്തെ രോഗികളെ ഒരു രണ്ടാം തരം പൗരന്മാരായി കാണുന്ന, സ്വകാര്യ മേഖലകളെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി അതിന് ഓശാന പാടുന്ന ഗവൺമെന്റിന്റെ നിലപാടിൽ മാറ്റം വരുത്തുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ആവശ്യ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. News 18 കോഴിക്കോട്.